ഇനി ഈ ചാപ്റ്ററിൽ അടുത്ത് പഠിക്കാനുള്ളത് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. സാധാരണയായി ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കപ്പാസിറ്ററുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്കവാറും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ തന്നെ വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഒരു കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു കണ്ടക്ടറിൽ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മെറ്റാലിക് കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ മെറ്റാലിക് കണ്ടക്ടറിൽ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ആ ചാർജ് മുഴുവൻ അതിൻ്റെ സർഫസിലാണ് റിസൈഡ് ചെയ്യുന്നത്. ഈ ചാർജൊക്കെ ഇതിൻ്റെ സർഫസിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഇപ്പോൾ നേരത്തെ ഇതിനകത്ത് ചാർജൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നമുക്കൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ കണ്ടക്ടറിലേക്ക് കൊണ്ടുവരാൻ വർക്കിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. അതേസമയം ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ ചാർജ്ഡ് ആണ്. ആൾറെഡി ഇതിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് മറ്റൊരു ചാർജിനെ, ഒരു 1 കൂളോം ചാർജിനെ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ കണ്ടക്ടറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഓർ ഈ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ചാർജ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇനി കുറച്ചുകൂടെ ചാർജ് നമ്മൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറച്ചുകൂടെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് 1 കൂളോം ചാർജിനെ ഇവിടത്തേക്ക് കൊണ്ടുവരാനുള്ള വർക്കിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. സോ ജനറലി വി ക്യാൻ സേ when charge Q is given to a conductor, its potential V increases. ചാർജ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പൊട്ടൻഷ്യലാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാർജ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ വർദ്ധിക്കുന്നത് കൊണ്ട് ഈ ചാർജ് Q is proportional to V എന്ന് എഴുതാം. പ്രപ്പോർഷണൽ ടു V നമുക്കറിയാം, ചാർജ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് ഒരു എക്സാമ്പിളിലൂടെ, ഒരു അനലോഗിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ let us consider a glass. ഈ ഗ്ലാസ്സിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നു എന്ന് കരുതുക. വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഗ്ലാസ്സിലുള്ള വാട്ടറിൻ്റെ ലെവൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ ഒരു കണ്ടക്ടറിനകത്തേക്ക് നമ്മൾ ചാർജ് കൊടുക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നത് പോലെ ഈ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ലെവൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര വരെ ഇൻക്രീസ് ചെയ്യും? നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ഹൈറ്റ് മാക്സിമം എത്രയാണോ അവിടെ എത്തുന്നത് വരെ നമുക്ക് അതിനെ എങ്ങനെ ഇൻക്രീസ് ചെയ്യിക്കാം. വീണ്ടും വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? പിന്നെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നില്ല, കറക്റ്റ് അവിടെ നിൽക്കും. ബാക്കിയുള്ള വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്തു പോകും. ഇതേപോലെ തന്നെ ഈ കണ്ടക്ടറിനകത്തും കൂടുതൽ ചാർജ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരുന്നാൽ ആദ്യമൊക്കെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലെത്തുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുന്ന ചാർജ് അതിലുള്ള ചാർജിൻ്റെ റിപ്പൾഷൻ കൊണ്ട് പുറത്തേക്കങ്ങ് ലീക്ക് ചെയ്തു പോകും. അതിൻ്റെ അർത്ഥം ഈ ഗ്ലാസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വെള്ളത്തിന് ഒരു ലിമിറ്റ് അല്ലെങ്കിൽ അതിനൊരു കപ്പാസിറ്റി ഉള്ളതുപോലെ ഈ കണ്ടക്ടറിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചാർജിനും ഒരു ലിമിറ്റ് ഉണ്ട്. എത്രയും ചാർജ് ഒരു കണ്ടക്ടറിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ചാർജ് കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ കൂടിക്കൂടി വന്നിട്ട് ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യലിലെത്തുമ്പോൾ അതിൻ്റെ മാക്സിമത്തിലെത്തുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുന്ന ചാർജൊക്കെ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടക്ടറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചാർജിൻ്റെ അളവിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിൻ്റെ കപ്പാസിറ്റി ഓർ കപ്പാസിറ്റൻസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് കപ്പാസിറ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ Q is proportional to V എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാം, Q is equal to a constant C into V എന്ന് എഴുതാം. This constant C is called capacitance of this conductor. Capacitance of this conductor. ഈ ഗ്ലാസ്സിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ളത് ആ ഗ്ലാസിൻ്റെ ഡയമെൻഷൻ അനുസരിച്ചിരിക്കും. വലിയ ഗ്ലാസ് ആണെങ്കിൽ, കുറച്ചും കൂടെ വലിയ ഗ്ലാസ് ആണെങ്കിൽ അതിനകത്ത് കൂടുതൽ വെള്ളം ഉൾക്കൊള്ളും. മാത്രമല്ല നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഹൈറ്റും കൂടുതലെത്തും. ഇനി കുറച്ചും കൂടെ പരന്നിട്ടുള്ള ഇങ്ങനെയുള്ളൊരു പാത്രമാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള പാത്രമാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചാലും സാവധാനം മാത്രമേ അതിൻ്റെ ഹൈറ്റ് ഉയർന്നുയർന്നു വരുള്ളൂ. ഇതേപോലെ കണ്ടക്ടറുകളുടെ ഡയമെൻഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പിനും അതിൻ്റെ റേഡിയസിനും അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷനും അനുസരിച്ചിട്ട് അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ചാർജിൻ്റെ അളവും വ്യത്യസ്തമായിരിക്കും. അത് ആ കണ്ടക്ടറിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് കോൺസ്റ്റൻ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കണ്ടക്ടർ C.
ഇതിൽ നിന്ന് സിക്ക് എങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം? വി ക്യാൻ റൈറ്റ് സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതാം. സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. ദിസ് ഈസ് ദി കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കണ്ടക്ടർ. ഇനി ഇത് മെഷർ ചെയ്യാൻ നമുക്കൊരു യൂണിറ്റ് ആവശ്യമുണ്ട്. ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കാം. ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്, പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. സി പെർ വി, കൂളോം പെർ വോൾട്ട്. പക്ഷേ 1 കൂളോം പെർ വോൾട്ട് ഈസ് കോൾഡ് 1 ഫാരഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ SI യൂണിറ്റ്, കപ്പാസിറ്റൻസിൻ്റെ FI യൂണിറ്റ് ഫാരഡ് ആണ്. സോ ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എപ്പോഴാണ് 1 ഫാരഡ് ആകുക നോക്കുക. വളരെ സിമ്പിളാണ്. വെൻ Q ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് C ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു 1 കൂളോമും അതുപോലെ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു 1 വോൾട്ടും ആണെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ കണ്ടക്ടർ 1 ഫാരഡ് ആണ് എന്ന് നമുക്ക് പറയാം. അതായത് ഈ കണ്ടക്ടറിലേക്ക് നമ്മൾ ചാർജ് കൊടുക്കുകയാണ്. ഇതാ കണ്ടക്ടർ ആണെങ്കിൽ ഇതിനകത്തേക്ക് ചാർജ് കൊടുക്കുകയാണ്. അങ്ങനെ എത്ര ചാർജ് ഞാൻ ഇതിനകത്തേക്ക് കൊടുത്തു? 1 കൂളോം ചാർജ് കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് ഞാനൊരു ഡിവൈസ് വെച്ചിട്ട്, ഒരു പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വോൾട്ട്മീറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് 1 വോൾട്ടാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എങ്കിൽ എത്ര ചാർജാണ് ഇത് കൊടുത്തത്? 1 കൂളോം ചാർജ്. 1 കൂളോം ചാർജ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്? 1 വോൾട്ടായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 1 ഫാരഡ് എന്ന് നമുക്ക് പറയാം. പക്ഷേ പറയാൻ എളുപ്പമാണെങ്കിൽ 1 കൂളോം ചാർജ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ വെരി ഹ്യൂജ് എമൗണ്ട് ഓഫ് ചാർജ്. വലിയ എമൗണ്ടാണ് ഇത് ഈ 1 കൂളോം എന്ന് പറയുന്നത്. അപ്പോൾ 1 കൂളോം ചാർജ് നമ്മളൊരു കണ്ടക്ടറിന് കൊടുത്തിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ ഇതിനൊക്കെ നമ്മൾ ചാർജ് കൊടുത്താൽ ഒരു കുറച്ച് ചാർജ് കൊടുക്കുമ്പോൾ തന്നെ പൊട്ടൻഷ്യൽ അങ്ങ് വളരെ 1 വോൾട്ടെല്ലാം വിട്ടിട്ട് ഒരുപാട് കൂടുതൽ അത് ഇൻക്രീസ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ പറയുന്ന കണ്ടക്ടറിൽ 1 കൂളോം ചാർജ്, ഫോർ എക്സാമ്പിൾ 1,00,000 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടും ഒരു ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ് ഒരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ ഉയർന്നുള്ളൂ എന്ന് വിചാരിക്കുക. 1,00,000 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അത് വെരി ഹ്യൂജ് കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ്. അതേപോലെ 1 കൂളോം ചാർജ് കൊടുത്തിട്ടും ഒരു കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആണെന്ന് പറയാം. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, 1 ഫാരഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ധരിക്കാൻ പാടില്ല? ചെറിയ ഒരു യൂണിറ്റാണ്, ചെറിയ ഒരു അളവാണെന്ന് ധരിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് എ വെരി വെരി ഹ്യൂജ് എമൗണ്ട് ഓഫ് ചാർജ്. ഇത് 1 ഫാരഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകൾക്കൊന്നും തന്നെ 1 ഫാരഡ് കപ്പാസിറ്റൻസ് ഉണ്ടാവില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന, റിയൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന കണ്ടക്ടറുകളുടെ അല്ലെങ്കിൽ കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ കുറച്ചുകൂടി ചെറിയ യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് 1 മൈക്രോ ഫാരഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 1 മൈക്രോ ഫാരഡ് മീൻസ് 10⁻⁻⁶ ഫാരഡ് ആണ്. ഇനി അതിലും ചെറിയ കപ്പാസിറ്റർ ആണെങ്കിൽ അവിടെ നമ്മൾ 1 നാനോ ഫാരഡ് ഉപയോഗിക്കുന്നു. 1 നാനോ ഫാരഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇറ്റ് ഈസ് 10⁻⁹ ഫാരഡ് ആണ് 1 നാനോ ഫാരഡ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ചെറുതാണെങ്കിൽ വി ആർ യൂസിങ് 1 പൈക്കോ ഫാരഡ്, that is equal to 10⁻⁻12 ഫാരഡ്. ഇതാണ് യൂഷ്വലായിട്ട് നമ്മൾ ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്. ഇതേപോലെയുള്ള ചെറിയ യൂണിറ്റുകളിലാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. ഒരു കപ്പാസിറ്റർ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാം 2 പാരലൽ പ്ലെയിൻ മെറ്റാലിക് ഷീറ്റ്സ് ഉണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d. ഇതിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ ഏരിയ A ആണെന്ന് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ്, ഇതിനകത്ത് എത്ര ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. സോ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒരു പൊട്ടൻഷ്യൽ സോഴ്സുമായിട്ട് ബന്ധിപ്പിച്ചാൽ മതി. ഒരു ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജും അതിൻ്റെ ഓപ്പോസിറ്റുള്ള പ്ലേറ്റിന് നെഗറ്റീവ് ചാർജും ലഭിക്കും. ഇതിൻ്റെ പോസിറ്റീവ് ചാർജ്, ഇതിലുള്ള പോസിറ്റീവ് ചാർജിൻ്റെ അളവ് +Q ആണെങ്കിൽ
നെഗറ്റീവ് ചാർജിൻ്റെ അളവ് -q ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഇൻഫിനിറ്റി പ്ലെയിൻ ഷീറ്റ്സ് ഓഫ് ചാർജ്, ഒന്നിൽ +σ ചാർജ് ഡെൻസിറ്റിയും മറ്റേതിൽ -σ ചാർജ് ഡെൻസിറ്റിയും ആണെങ്കിൽ അതിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഇത് σ/ε0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു സിംഗിൾ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണെങ്കിൽ അതിനകത്ത് അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ σ/2ε0 ആണ്. ഇനി രണ്ട് പ്ലെയിൻ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 റീജിയൻ ഉണ്ടാവും. അപ്പോൾ ഒന്നിൽ +σ ചാർജും മറ്റേതിൽ -σ ചാർജ് ഡെൻസിറ്റിയും ആണുള്ളതെങ്കിൽ അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള റീജിയൻ 1ലും റീജിയൻ 2ലുള്ള ഫീൽഡുകൾ ക്യാൻസൽ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പാർട്ടിൽ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ E = σ/ε0 ആണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതിനിടയിലുള്ള ഫീൽഡിൻ്റെ പ്രത്യേകത, ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഈ പ്ലേറ്റുകൾക്കിടയിൽ ഉണ്ടാകുക. കാരണം സിഗ്മ കോൺസ്റ്റൻ്റ് ആണ്, ε0 കോൺസ്റ്റൻ്റ് ആണ്. സോ ദി ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്, E ആണെന്ന് എടുക്കുക. Now what will be the potential difference between the two plates? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? V is equal to E into D എന്ന് എഴുതാം. V is equal to E into D. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേറ്റ് 2ൽ നിന്ന് പ്ലേറ്റ് 1ലേക്ക് കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സിനെതിരായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന വർക്ക് ഫോഴ്സ് ആണെന്ന് നമുക്കറിയാം. അത് തന്നെയാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ E into D എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വർക്കാണ്. എന്തിനുള്ള വർക്കാണ്? ഈ രണ്ടാമത്തെ പ്ലേറ്റിൽ നിന്ന് ഒന്നാമത്തെ പ്ലേറ്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to E into D എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് ഇക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നേരെ മുകളിൽ എഴുതിയിരിക്കുന്ന ഈക്വേഷനിൽ നിന്ന് V is equal to σ/ε0 into D എന്ന് എഴുതും. നെക്സ്റ്റ് ഈ ചാർജ് Q നമുക്ക് സിഗ്മയുടെ ടേമിൽ എഴുതാണെങ്കിൽ നമുക്കറിയാം സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് Q/A ആണ്, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ Q is equal to എന്തായിരിക്കും? σ/A ആയിരിക്കും. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. Q is equal to σ/A എന്ന് എഴുതാം. ഇനി നമുക്കിവിടെ Qൻ്റെയും Vൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിലുള്ള എക്സ്പ്രഷനിൽ എത്താൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു Q is equal to σ/A divided by σ/D divided by ε0. This is the value of potential. അപ്പോൾ σ/D/ε0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ε0 ഡിവൈഡഡ് ബൈ σ/D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. സോ ദിസ് ഈസ് ഈക്വൽ ടു capacitance is equal to σ/A into ε0 divided by σ/D എന്ന് കിട്ടും. അപ്പോൾ സിഗ്മയും ക്യാൻസൽ ചെയ്താൽ we get C is equal to ε0 A divided by D എന്ന് കിട്ടും. This is the expression for capacitance of a parallel plate capacitor. ഇവിടുന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. മറ്റൊന്ന്, കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ചിട്ട് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യിക്കാൻ രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്നുകിൽ പ്ലേറ്റിൻ്റെ ഏരിയ കൂട്ടുക, അല്ലെങ്കിൽ ഇതിനിടയിലുള്ള സെപ്പറേഷൻ കുറക്കുക. ഇനി രണ്ടും കൂടെ നല്ല ഏരിയയും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സെപ്പറേഷനും ആണെങ്കിൽ നമുക്ക് ലാർജ് കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും. സോ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് C is equal to ε0A into D ആയിരിക്കും.
അപ്പോൾ നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത ഫോർമുലയിൽ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള സ്ഥലം വാക്കമാണ്, അവിടെ മീഡിയം ഒന്നുമില്ല എന്നാണ് നമ്മൾ എടുത്തിരുന്നത്. ഇനി നമുക്ക് ഇതിനിടയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ പ്ലേറ്റിനിടയിൽ നല്ല ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ പ്ലേറ്റിനിടയിലുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനകത്താണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, ഈ ഡൈഇലക്ട്രിക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈഇലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള മോളിക്യൂൾസ് പോളറൈസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പോളറൈസ് ചെയ്യപ്പെട്ടിട്ട് ഈ ഡൈഇലക്ട്രിക്കിൻ്റെ ഈ എൻഡ് നെഗറ്റീവ്ലി ചാർജ് ഉള്ളതായിട്ടും അതുപോലെ തന്നെ ഈ എൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടും മാറും. ഈ രണ്ട് എൻഡുകളിൽ സെൻറ്ററിൽ ഈ മോളിക്കുലാർ ഡൈപോളുകളുടെ പോസിറ്റീവും നെഗറ്റീവും എൻഡുകൾ ന്യൂട്രലൈസ് ചെയ്തിട്ട് സെൻറ്ററിൽ ചാർജ് ഡെൻസിറ്റി ഒന്നും ഉണ്ടാവില്ല. രണ്ട് സർഫസിലാണ് ചാർജ് ഡെൻസിറ്റി, ഫ്രീ ചാർജ് ഡെൻസിറ്റി ഉണ്ടാകുക എന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു പോളറൈസേഷൻ നടക്കും. ഈ പോളറൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് എന്താണെന്ന് നോക്കുക. ഈ പോളറൈസേഷൻ കൊണ്ട് ഈ ഡൈഇലക്ട്രിക്കിന് അകത്തുണ്ടാകുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. എക്സ്റ്റേണൽ ഫീൽഡിന് ഓപ്പോസിറ്റാണ്. കാരണം ഈ ഭാഗത്ത് പോസിറ്റീവും ഈ ഭാഗത്ത് നെഗറ്റീവുമാണ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഡൈഇലക്ട്രിക്കിൻ്റെ അകത്തുള്ള ഫീൽഡ്. എന്നാൽ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പുറത്തുള്ള ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഫീൽഡുകളും തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇതിനകത്തുള്ള ഫീൽഡിൻ്റെ വാല്യൂ വളരെ കുറയും. ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞാൽ എന്തിനാണ് അത് ബാധിക്കുക? ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, V = E × D ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞാൽ അകത്തുള്ള പൊട്ടൻഷ്യൽ കുറയും. പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ കപ്പാസിറ്റൻസ് C = Q/V ആണ്. അപ്പോൾ വിയുടെ വാല്യൂ കുറയുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് കൂടും. അതായത് ഒരു ഡൈഇലക്ട്രിക് ഈ പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വർദ്ധിക്കും. കാരണം ഇതിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ അവിടെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂവും അവിടെ കുറയുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് എത്രയാണ് ഇതിൻ്റെ കപ്പാസിറ്റൻസ് വരിക എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ പ്ലേറ്റിലുള്ള കപ്പാസിറ്ററിൻ്റെ ഒന്നാമത്തെ പ്ലേറ്റിലുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്ന് നമ്മൾ എടുത്തു. ഇനി ഡൈഇലക്ട്രിക്കിൻ്റെ ഈ എൻഡിലും ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടാകുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി സിഗ്മ പി എന്നെടുക്കാം. സിഗ്മ പി എന്ന് പറയുന്നത് പോളറൈസേഷൻ കൊണ്ടുണ്ടാകുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നുള്ള അർത്ഥത്തിൽ സിഗ്മ പി എന്നെടുക്കാം. അപ്പോൾ ഈ പ്ലേറ്റിലുള്ള ചാർജിന് വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിലും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് ഡെൻസിറ്റിക്ക് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പുതിയ ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്നത് നേരത്തെ അത് സിഗ്മ /ε 0 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ -σp എന്ന് പറയുന്ന ഈ ചാർജ് വരുന്നത് കൊണ്ട് അത്രയും സർഫസ് ചാർജ് ഡെൻസിറ്റി ഇല്ലാത്തതുപോലെ ഇരിക്കും, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു പോകും. സിഗ്മയും സിഗ്മ പിയും തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് സിഗ്മ - σp എന്ന് പറയുന്ന ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി മാത്രമേ ഇഫക്റ്റീവായിട്ട് ഇവിടെ ഉണ്ടാവുള്ളൂ. കാരണം ഇതിൽ പ്ലസ് സിഗ്മയും ഇതിൽ -σp ആണ് വരുന്നത്. അപ്പോൾ ഇതായിരിക്കും പുതിയ ഇലക്ട്രിക് ഫീൽഡ്. എന്തായാലും സിഗ്മയേക്കാൾ ആ വാല്യൂ കുറയുന്നതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കുറയുമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ V = എന്തായിരിക്കും, E × D, സിഗ്മ - σp / ε0 × D ആയിരിക്കും. ഇതാണ് പുതിയ പൊട്ടൻഷ്യൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. കപ്പാസിറ്റൻസ് C = Q/V ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ചാർജിന് മാറ്റമൊന്നുമില്ല, അത് സിഗ്മ എ തന്നെയാണ്. പ്ലേറ്റിലെ ഒന്നാമത്തെ പ്ലേറ്റിലുള്ള ചാർജ് സിഗ്മ എ / സിഗ്മ - σp × D / ε0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ എ × ε0 ഡിവൈഡഡ് ബൈ സിഗ്മ - σp × D എന്നെടുക്കാം. ഓർ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു ഫാക്ടർ അധികം വരുന്നത് സിഗ്മ ഡിവൈഡഡ് ബൈ സിഗ്മ - σp എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇവിടെ അധികം വരും നേരത്തെ ഉള്ളതിനേക്കാൾ. സിഗ്മ
ഡിവൈഡഡ് ബൈ സിഗ്മ മൈനസ് സിഗ്മ പി ഇൻറ്റു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി എന്ന് കിട്ടും. അതായത് നേരത്തെ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതെന്തായിട്ട് മാറി സിഗ്മ ഡിവൈഡഡ് ബൈ സിഗ്മ മൈനസ് സിഗ്മ പി ഇൻറ്റു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതാം. അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് മേലെ എഴുതാം. സോ പുതിയ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ സിഗ്മ മൈനസ് സിഗ്മ പി ഇൻറ്റു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. ഇവിടെ സിഗ്മ കോൺസ്റ്റൻ്റ് ആണ്, സിഗ്മ പിയും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതാം. where K is called dielectric constant of the medium. നമ്മൾ ഇതിനകത്ത് ഇൻസർട്ട് ചെയ്തിരിക്കുന്ന മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് പറയുന്നത്. കെൻ്റെ വാല്യൂ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കെൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് സിഗ്മ പി എ ആണ്. എന്താണ് സിഗ്മ പി എന്ന് പറയുന്നത്? ഇതിനകത്ത് ഈ പ്ലേറ്റിനിടയിലേക്ക് ഡൈലക്ട്രിക് നമ്മൾ ഇൻസർട്ട് ചെയ്താൽ ആ ഡൈലക്ട്രിക്കിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന പോളറൈസേഷൻ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. അത് ആ ഡൈലക്ട്രിക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില ഡൈലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് സിഗ്മ പി ഉണ്ടാവും. അങ്ങനെ നല്ല സിഗ്മ പി ഉണ്ടായാൽ സിഗ്മ മൈനസ് സിഗ്മ പിൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. അപ്പോൾ സിഗ്മ ഡിവൈഡ് ബൈ സിഗ്മ മൈനസ് സിഗ്മ പിയുടെ വാല്യൂ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ഈ കെ, അതായത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആ കാര്യത്തിൽ കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലാണെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വളരെ കൂടുതലുമായിരിക്കും. തിരിച്ച് ചെറിയ ഫീബിളായിട്ടുള്ള വളരെ ചെറിയ ഒരു സിഗ്മ പി മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ എങ്കിൽ സിഗ്മ മൈനസ് സിഗ്മ പി എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും കുറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗ്മ ഡിവൈഡ് ബൈ സിഗ്മ മൈനസ് സിഗ്മ പി എന്ന് പറയുന്ന കെയുടെ വാല്യൂ എന്തായിരിക്കും? പൊതുവെ വളരെ ചെറുതായിരിക്കും. അങ്ങനെ ചെറുതാണെങ്കിൽ കപ്പാസിറ്റൻസിൽ കാര്യമായിട്ടുള്ള വർധനവ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കപ്പാസിറ്റർ പ്ലേറ്റിനിടയിലേക്ക് നമ്മളൊരു ഡൈലക്ട്രിക് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. എത്ര ഇൻക്രീസ് ചെയ്യും? ഇറ്റ് ഇൻക്രീസസ് ബൈ കെ ഓർ ഇറ്റ് ഇൻക്രീസസ് ബൈ ദി ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദി മീഡിയം. ഈ മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതലാണെങ്കിൽ കപ്പാസിറ്റൻസ് വളരെ കൂടുതൽ ഇൻക്രീസ് ചെയ്യും. കുറവാണെങ്കിൽ കുറച്ച് മാത്രമേ ഇൻക്രീസ് ചെയ്യുകയുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് കെ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ സിഗ്മ മൈനസ് സിഗ്മ പി എന്ന് എഴുതും. ഇനി കെൻ്റെ വാല്യൂ മീഡിയം ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ, ശൂന്യതയാണെങ്കിൽ എന്തായിരിക്കും കെയുടെ വാല്യൂ? സിമ്പിളാണ്. ഇവിടെ മീഡിയം ഒന്നും ഇല്ലെങ്കിൽ സിഗ്മ പി ഇല്ല. സിഗ്മ പി ഇല്ലെങ്കിൽ സിഗ്മ പിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സിഗ്മ പി 0 ആണെങ്കിൽ കെ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കെ ഇസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ സിഗ്മ മൈനസ് 0 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും. അതായത് ശൂന്യതയുടെ അല്ലെങ്കിൽ എയറിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഇനി ഇവിടെ ഈ മേലെ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ കെ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് കെ ഇൻറ്റു എപ്സിലോൺ 0 ഈസ് കോൾഡ് ഡൈലക്ട്രിക് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്സിലോൺ. കെ ഇൻറ്റു എപ്സിലോൺ 0 ഈസ് കോൾഡ് എപ്സിലോൺ എന്ന് പറയും. ഓർ കെ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. ഇതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ആൾസോ കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ് നമ്മൾ ഇതിനെ നേരത്തെ ഡിനോട്ട് ചെയ്തത്. അതുപോലെ എയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു എപ്സിലോൺ കെ ഇസ് ഈക്വൽ ടു എന്താണ് വരിക? കെ ഇസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. അതായത് എപ്സിലോൺ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എപ്സിലോൺ 0 ആയിരിക്കും എയറിൻ്റെ കാര്യത്തിൽ. ഇനി 2 കപ്പാസിറ്ററുകൾ എടുക്കാം നമ്മൾ. ഈ 2 കപ്പാസിറ്ററുകളിൽ ഒന്ന് അതിൻ്റെ മീഡിയം എയർ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ കപ്പാസിറ്റൻസ് എയർ ഓർ വാക്വം ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി ആയിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് കെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു മീഡിയം ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു കെ എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി ആയിരിക്കും. ഇതിനെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് വിളിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതിനെ നമുക്ക് C0 എന്ന് വിളിക്കാം. മീഡിയം 0 ആയതുകൊണ്ട് ഇതിനെ CP എന്ന് വിളിക്കാം. അവിടെ പോളറൈസേഷനുള്ള ഒരു മീഡിയം ഉള്ളതുകൊണ്ട് നമുക്ക് CP എന്ന് വിളിച്ചാൽ CP ഡിവൈഡഡ് ബൈ C0 നമ്മൾ കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു
കെ എപ്സിലോൺ 0a ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എപ്സിലോൺ 0a ബൈ ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0a ബൈ ഡി. അപ്പോൾ എപ്സിലോൺ 0a ബൈ ഡി രണ്ടിലും കോമൺ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടും സി പി ഡിവൈഡ് ബൈ സി 0 ഈസ് ഈക്വൽ ടു കെ എന്ന് കിട്ടും. അപ്പോൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അത് എന്താണ്? സി പി ഡിവൈഡ് ബൈ സി ഒ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കപ്പാസിറ്ററിൻ്റെ ഡൈഇലക്ട്രിക് കപ്പാസിറ്റൻസ് 2 ഫാരഡാന്ന് വിചാരിക്കുക. അപ്പോൾ എയർ ആയിരിക്കുന്ന സമയത്ത് കപ്പാസിറ്റൻസ് 2 ഫാരഡാണ്. ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ? ഇതിനകത്തൊരു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 5 ഉള്ള ഒരു മീഡിയത്തിലേക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുതിയ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്തിട്ട് അത് 10 ഫാരഡായിട്ട് മാറുന്നു എന്ന് വിചാരിക്കാം. 10 ഫാരഡായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 ഫാരഡ് ഡിവൈഡ് ബൈ 2 ഫാരഡ് എന്നാണ് ഇത് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ആ 5 എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ. അപ്പോൾ എത്ര മടങ്ങാണ്? ഇത് 2 ഫാരഡ് ആണെങ്കിൽ 2 × 5 10 മടങ്ങായിട്ട് വർദ്ധിച്ചു. ഇനി ഇവിടെ ഞാൻ ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് 10 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 2 × 10 20 ഫാരഡ് ആയിരിക്കും പുതിയ കപ്പാസിറ്റൻസ്. അപ്പോൾ നമ്മൾ ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എത്ര മടങ്ങായിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് അതാണ് ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 2 ആണെന്ന് പറഞ്ഞാൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ അത് വാക്വം മീഡിയം ആയിരിക്കുമ്പോഴുള്ള കപ്പാസിറ്റൻസിൻ്റെ 2 മടങ്ങായിരിക്കും ഈ മീഡിയം ഇൻസെർട്ട് ചെയ്താലുള്ള പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് ദി ഫാക്ടർ ബൈ വിച്ച് ദി കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഇൻക്രീസസ് when a dielectric material is inserted in between the plates. എത്ര മടങ്ങായിട്ടാണ് ഈ ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റൻസ് കൂടുന്നത് അതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.